എല്ലാ നടുവേദനയും ഡിസ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കത്തില്ല. പല ആൾക്കാരുടെയും വിചാരം എന്ന് പറയുന്നത് ഇതൊരു ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും, നടുവിന് നട്ടലിൽ തേയ്മാനം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. അതൊരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കേ ഇവർ നമ്മുടെ അടുത്ത് വരത്തുള്ളൂ ബുദ്ധിമുട്ടായിട്ട്. പക്ഷേ പലപ്പോഴും ഡിസ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാരണം കൊണ്ട് മാത്രം ആയിരിക്കത്തില്ല നടുവേദന വരുന്നത്. വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നട്ടലിനുള്ളിൽ, അതായത് സ്പൈനൽ കോഡിന് ചുറ്റും ഉണ്ടാകുന്ന ഏരിയയിലോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനുള്ളിലോ ഉണ്ടാകുന്ന ട്യൂമർ കാരണവും ഇതേപോലെ നടുവേദന വരാം. ഏത് ടൈപ്പ് പ്രോബ്ലം ആണെന്ന് അറിയാതെ അതിനൊരു പ്രോപ്പർ ചികിത്സ ചെയ്യാനും പറ്റില്ല. അതിന് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്കാൻ തന്നെയാണ്. പ്രാഥമികമായിട്ട് പരിശോധന, അതായത് ഫസ്റ്റ് ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം മിക്ക പേഷ്യൻസിനും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് സ്കാൻ എടുക്കുക എന്ന് പറയുന്നത്. സ്കാനിലായിരിക്കും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുക. ട്യൂമേഴ്സ് ആണെങ്കിൽ തന്നെ പലതരത്തിലുണ്ട്. സ്പൈനൽ കോഡിനുള്ളിലുണ്ടാകുന്ന ട്യൂമേഴ്സ് പലപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ആയിരിക്കാം. സ്പൈനൽ കോഡിന് പുറമേ ഉള്ള അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്ന് താഴേക്ക് വരുന്ന ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് പലപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസ് കാരണം ഉണ്ടാകുന്ന സമ്മർദ്ദം കൊണ്ടാണ് പല ആൾക്കാർക്കും നടുവേദനയും തളർച്ചയും വരുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വരുന്ന കേസസിന്, സ്പൈനൽ ട്യൂമർ ആണെന്ന് കണ്ടുപിടിക്കുന്ന കേസസിന് സർജറിയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും അത് ആ നട്ടലിൻ്റെ ആ ഭാഗത്തെ എല്ലിനെ തുറന്നിട്ടായിരിക്കും ഈ ട്യൂമർ എടുത്ത് മാറ്റുക. ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ചെറിയ ട്യൂമേഴ്സിന് നമുക്ക് ഒരു എൻഡോസ്കോപ്പി അല്ലെന്നുണ്ടെങ്കിൽ ഒരു കീ ഹോൾ സർജറി എന്നുള്ള രീതിയിൽ ചെയ്യാനും പറ്റാറുണ്ട്.